السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا بيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة 19 من سورة النساء، وسوف نتحدث اليوم من آية 200 إلى آية 13 بعد 100 إن شاء الله. أولا اسم الهمز، يعني صفحة القرآن الكريم، صفحة رقم 95 95 പേജ്. ഖുർആൻ പഠനത്തിലുള്ള പോയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇതൊരു വാത് പരമ്പരയോ അതുപോലുള്ള സംഭവമൊന്നുമല്ല, ചരിത്ര വിവരണമൊന്നുമല്ല. അതുകൊണ്ട് കേട്ടിരിക്കാൻ എന്തോ സംഭവം ഒന്നുമില്ല. പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനെ അയച്ചു തരാനാണെങ്കിൽ അങ്ങനെ വാട്സപ്പിലായിട്ട് അയച്ചു തന്നാലും മതിയായി. അങ്ങനെയല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. ഒറ്റ വാക്കർത്ഥം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്കിതിനെക്കുറിച്ച് ഒരു ചർച്ചയാണ് വേണ്ടത്. ചർച്ച എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം മനസ്സിലാകണം, ഭാഷാപരമായ കാര്യങ്ങൾ മനസ്സിലാകണം. ഇത് പഠിക്കുന്നത് കൊണ്ട് ഖുർആനിലെ ഏത് ഭാഗം എടുത്ത് വായിച്ചാലും ഇത് പ്രയോജനം ചെയ്യണം. ഇവിടുത്തെ ആശയം മനസ്സിലാക്കാനാണെങ്കിൽ അത് തഫ്സീറിൽ നിന്ന് കിട്ടും. ഇവിടെ പറഞ്ഞ ആയത്തിന്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തഫ്സീറിൽ നിന്ന് കിട്ടും. മറിച്ച് നമ്മൾ ചെയ്യുന്നത് ഇത് പഠിച്ചാൽ എന്താ പ്രയോജനം? ഖുർആന്റെ ഏത് ഭാഗവും മനസ്സിലാവണം. അതിനു വേണ്ടിയുള്ള ടൂളുകളാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെയും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا كنت فيهم فأقمت لهم الصلاة فلتقم طائفة منهم معك وليأخذوا أسلحتهم فإذا سجدوا فليكونوا من ورائكم ولتأت طائفة أخرى لم يصلوا فليصلوا معك وليأخذوا حذرهم وأسلحتهم ود الذين كفروا لو تغفلون عن أسلحتكم وأمتعتكم فيميلون عليكم ميلة واحدة ولا جناح عليكم إن كان بكم أذى من مطر أو كنتم مرضى أن تضعوا أسلحتكم وخذوا حذركم إن الله أعد للكافرين عذابا مهينا فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم فإذا اطمأننتم فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا ولا تهنوا في ابتغاء القوم إن تكونوا تعلمون فإنهم يعلمون كما تعلمون وترجون من الله ما لا يرجون وكان الله عليما حكيما إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما واستغفر الله إن الله كان غفورا رحيما
ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا ها أنتم هؤلاء جادلتم عنهم في الحياة الدنيا فمن يجادل الله عنهم يوم القيامة أم من يكون عليهم وكيلا ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما ومن يكسب إثما فإنما يكسبه على نفسه وكان الله عليما حكيما ومن يكسب خطيئة أو إثما ثم يرم به بريئا فقد احتمل بهتانا وإثما مبينا ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. നീണ്ടുപോയെന്ന് തോന്നാം. നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടുകയാണ്. 5th ഗിയർ ഇടാനുള്ള പരിപാടി. വായിച്ച് മനസ്സിലാക്കി വേഗം പോകണം. ദ്രുതഗതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മളെ മനസ്സ് വർക്ക് ചെയ്യുള്ളൂ. വായിക്കുന്നതിനനുസരിച്ച് അബ്സോർബ് ചെയ്യുന്ന സംഗതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, വായിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആശയം ഉൾക്കൊള്ളാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, തറാവി നമസ്കാരത്തിൽ പോലും നിൽക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന മനസ്സാന്നിധ്യത്തോടു കൂടി ഖുർആൻ പാരായണം ചെയ്യുന്നവർ അവര് അതിൽ ഓരോന്നിലും അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതികരിക്കുന്നു. സങ്കടം വരേണ്ട സന്ദർഭത്തിൽ സങ്കടം വരുന്നുള്ളൂ, സന്തോഷം വരേണ്ട സമയത്ത് സന്തോഷം വരുന്നുണ്ടോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ദ്രുതഗതിയിൽ വായിച്ച് പഠിച്ചു പോകണം. അപ്പൊ ഇതിൽ ഞാൻ ചോദിച്ചിരുന്നത് എന്തായിരുന്നു ചോദിച്ചത്? ചോദ്യം ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഏതോ ഒരു പ്രാർത്ഥനയുടെ സന്ദർഭം വന്നപ്പോൾ ഒരുപാട് ഇൻഷാ അല്ലാഹ് ആമീൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാർത്ഥന. എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ചോദ്യം കേൾക്കുന്നു കാണുന്നുണ്ട്. നമ്മൾ ഖുർആനിന് വേണ്ടി ഒത്തുചേരുമ്പോ അതിൽ പ്രതികരിക്കണം. വായിക്കാൻ പറയുമ്പോൾ വായിച്ചു നോക്കുക, ഇതിടുക. ഇതിൽ മാത്രം നമ്മളെ പ്രതികരണ ശേഷി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ക്ലാസ്സുകൾക്ക് ഉപയോഗമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പുരപ്പുറത്ത് മറയുന്ന പോലെ മനോഹരമായ ഒരു സംഗീതം കേട്ടതുപോലെ എന്തോ ഒരു പ്രസംഗത്തിന്റെ ഒരു ഇതൊക്കെ അനുഭൂതിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അത് മഴ പെയ്ത് വെള്ളം അടിച്ചങ്ങ് പോയി തീർന്നു. എന്താ ചോദിച്ചത്? മറഞ്ഞ ആളോടുള്ള കൽപ്പന. അമ്രഗായിബ്. ഇനി എന്താണ് ടെക്നിക്കൽ വാക്കൊക്കെ പഠിച്ചത്? അമ്രഗായിബ് എന്തായിരുന്നു? ലാമുൽ അംർ അല്ലേ? ഫൽതഖും അമ്രഗായിബാണ്. അമ്രഗായിബ് വരുമ്പോൾ ലാം വരും. ഫാ കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഫാ ഇല്ലെങ്കിൽ ലിതഖും ത്വായിഫത്തുൻ എന്നായിരിക്കും വരിക. ഫാ ഒന്നുകൊണ്ടാണ് ലാമിന് സുക്കൂൻ വന്നത്. ഇപ്പൊ ലാമിന്റെ അമ്ര ഗായിബിന്റെ അല്ലെങ്കിൽ ലാമുൽ അമ്രിന്റെ മുമ്പ് എന്തെങ്കിലും ചേർന്ന് വന്നാൽ എന്തായിരിക്കും വരിക? ലാമുൽ അമ്രിന് സുക്കൂനായിരിക്കും വരിക. അപ്പൊ ഫാ വന്നപ്പോൾ ഫൽതഖും ഉണ്ടായി. അപ്പൊ തഖും എന്നെന്തുകൊണ്ട് വന്നു? മജ്സൂമായത്. മജ്ഹൂലോ? മജ്സൂം. ഓക്കെ, ലാമുൽ അംർ വന്നത് കൊണ്ടാണ് ജസ്ം ചെയ്യപ്പെട്ടത്. താ എന്തുകൊണ്ട് വന്നു? മറഞ്ഞ ആളോടുള്ളത്. മറഞ്ഞ ആളാണ് താ എങ്ങനെ വന്നു? മറഞ്ഞ ആൾ ഇവിടെ എന്താണ്? സ്ത്രീലിംഗമാണ്.
ത്വാഇഫത്തുൻ. അതാ ഹുവ ഫൽയഖുൽ ഖൈറൻ ഫൽതഖുൽ ഖൈറൻ. അവൾ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ അവൻ നല്ലത് പറയട്ടെ. ഫൽയഖുൽ ഖൈറൻ എന്ന് പറയുമ്പോൾ അവൻ നല്ലത് പറയട്ടെ, ഫൽതഖുൽ ഖൈറൻ എന്ന് പറയുമ്പോൾ അവൾ നല്ലത് പറയട്ടെ. ഇവിടെ എന്താണ്? ഫൽതഖും ത്വാഇഫത്തുൻ. ത്വാഇഫത്ത് സീലിംഗ് ആയതുകൊണ്ടാണ് ഫൽതഖും ത്വാഇഫത്തുൻ മിൻഹും മഅക വൽയഖുദു. അവിടെ എന്താണ്? അമ്ര ഗായിബാണ്, മുദക്കറാണ്. യഖുദു അല്ലേ? മുദക്കറാണ്. പിന്നെന്താണ്? അമ്രാണല്ലേ? ജം ആണ്. യഹുദൂ. അമ്ര ഗായിബാണ്. യഖുദൂന എന്നുള്ളത് നൂന് ലോപിച്ചു അല്ലെ? നൂന് പോകുന്നത് അമ്ര ആയത് നമുക്കറിയാമല്ലോ. ഇഫ് അലു എന്ന് പറയുന്നത് അമ്ര നൂന് പോകും. ജസ്മിന്റെ അതേ നിയമം തന്നെയാണ് അമ്ര. ജസ്മിന്റെ അതേ നിയമമാണ് ഫെയിലിൻ അമ്രനും ഫെയിലിൻ നഹിക്കും. ഓക്കെ, ഇവിടെ എന്താണ്? യഹുദു, അവർ എടുക്കട്ടെ. അസ്ലഹത്ത്, അസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ സിലാഹിന്റെ ബഹുജനമാണ് അസ്ലഹത്ത്. ഇതൊക്കെയെല്ലാം നമുക്കറിയുന്നതാണ്. ഫീഹിം, നീ അവരിൽ ഉണ്ടായിരിക്കുകയും, അല്ലെങ്കിൽ ഉണ്ടായിരുന്നാൽ എന്നാണ്. ഫഅഖംത, അങ്ങനെ നീ ഇഖാമത്ത് കൊടുത്തു, അല്ലെങ്കിൽ നമസ്കാരത്തിന് സംവിധാനം ചെയ്തു എന്നർത്ഥം. ഫഅഖംത ലഹുമുസ് സ്വലാത്ത്, അവർക്ക് വേണ്ടി നമസ്കാരം നിലനിർത്തുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇഖാമത്ത് കൊടുത്താൽ എന്നർത്ഥം, അല്ലെങ്കിൽ ജമാഅത്തിന് വേണ്ടി വിളിച്ചു ചെയ്താൽ. ഫഇദാ കുൻത ഫീഹിം, നീ അവരിൽ ഉണ്ടായിരിക്കുകയും ഫഅഖംത ലഹുമുസ് സ്വലാത്ത്, നീ അവർക്ക് വേണ്ടി നമസ്കാരത്തിന് സംവിധാനം ചെയ്യുകയും ചെയ്താൽ ഫൽതഖും ത്വാഇഫത്തുൻ മിൻഹും, അവരിൽ നിന്നുള്ള ഒരു വിഭാഗം നിൽക്കട്ടെ. ഇതെന്താണ്? യുദ്ധത്തിന്റെ അവസരത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു ഇപ്പം നിങ്ങൾ യാത്ര പോയാലുള്ള അവസ്ഥ പിള്ളേർ സഞ്ചരിച്ച അവിടെ ഹിജറ പോകുന്നതും അതേപോലെ യുദ്ധം ചെയ്യുന്നതും ആ മാർഗത്തിലുള്ള സഞ്ചാരം, അള്ളാഹിന്റെ മാർഗത്തിലുള്ള സഞ്ചാരമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ അങ്ങനെ ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? താങ്കൾ അവരോടൊപ്പം ഉണ്ടായിരിക്കുകയും നമസ്കാരത്തിന് വേണ്ടിയുള്ള സംവിധാനം, നമസ്കാരത്തിന് വിളിക്കപ്പെടുകയും ചെയ്താൽ, കാമത്ത് കൊടുക്കുകയും ചെയ്താൽ ഫൽതഖും ത്വാഇഫത്തുൻ, ഒരു വിഭാഗം, എല്ലാവരും കൂടെ ശത്രു മുന്നണിയിലുള്ള അല്ലെങ്കിൽ പാളയത്തിലുള്ള സൈന്യത്തിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോഴത്തേക്ക് എന്താ? ഒരു ശത്രുക്കൾ ഇങ്ങനെ കാത്തു വെക്കുക, ഇപ്പൊ വാങ്കൊടുത്ത് എല്ലാവരും പോകും നമസ്കരിക്കാൻ വേണ്ടി, അപ്പോഴേക്കും നമുക്ക് എല്ലാവരും കൂടെ ഒറ്റയടിക്ക് തട്ടാം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് മണ്ടത്തരം പറ്റാൻ പാടില്ല. അള്ളാഹ് സംരക്ഷിക്കും, അള്ളാഹിന്റെ മാർഗത്തിലാണ്. അവർ മരിച്ചാൽ ഷഹീദാണ് എന്നൊക്കെ ആണെങ്കിലും ശരി, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? അതിന് അവർക്ക് ചാൻസ് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഫൽതഖും ത്വാഇഫത്തുൻ മിൻഹും മഅക, താങ്കളോടൊപ്പം ഒരു വിഭാഗം നിൽക്കട്ടെ. വൽയഖുദു അസ്ലിഹതഹും, അവർ അവരുടെ ആയുധങ്ങൾ എടുക്കട്ടെ. ഫഇദാ സജദു, അവർ അങ്ങനെ സുജൂദ് ചെയ്താൽ. അവർ സുജൂദ് ചെയ്തതിന്റെ വ്യാഖ്യാനത്തിൽ വിശദമായി വരുന്നുണ്ട്. നിങ്ങൾ വിശദമായ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥം ഉണ്ടെങ്കിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ വായിച്ചു നോക്കുക. ഫൈദാ സജദു എന്ന് പറഞ്ഞാൽ അവർ സുജൂദ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായിട്ടായിരിക്കും ചുരുക്കി നമസ്കരിക്കുക. 2 റക്അത്തായിട്ട് ചുരുക്കി നമസ്കരിക്കുമ്പോൾ ഇമാമ് 2 റക്അത്തും നമസ്കരിക്കുമോ, ഇമാമ് 4 റക്അത്ത് നമസ്കരിക്കുമോ എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇമാമ് 2 റക്അത്താണ് നമസ്കരിക്കുന്നത് എന്ന കണക്കെടുക്കാം. ഇമാമ് 2 റക്അത്താണ് ചുരുക്കിയാണ് നമസ്കരിക്കുന്നത് എന്ന കണക്ക് എടുക്കാം. ഇമാമ് പൂർണ്ണമായും നമസ്കരിക്കുകയും മഅമൂമുകൾ ആദ്യത്തെ വിഭാഗം 2 റക്അത്ത് നമസ്കരിക്കുകയും രണ്ടാമത്തെ വിഭാഗം ഇമാമിനോടൊപ്പം അടുത്ത 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നു എന്ന അഭിപ്രായമുണ്ട്. ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇമാമ് 2 റക്അത്ത് നമസ്കരിക്കൂ എന്ന അഭിപ്രായം. ഇദാ സജദു, അവർ സുജൂദ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അവർ 1ാമത്തെ റക്അത്ത് നമസ്കരിച്ചാൽ ഫൽ യകൂനു മിൻ വറായിക്കും, ഫൽ യകൂനു മിൻ വറായിക്കും, അവർ എന്ത് ചെയ്യണം? ഫൽ യകൂനു, എന്ത് ചെയ്യണം? ഈ അമ്ര ഗായിബ് എല്ലാം ശേഖരിച്ച് വെക്കണം നമ്മൾ. അമ്ര ഗായിബ് ഫൽ യകൂനു, അവർ ആകട്ടെ, മിൻ വറായിക്കും, നിങ്ങളുടെ പിന്നിൽ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യണം? അവർ തിരിച്ചുപോയി
സൈനിക അല്ലെങ്കിൽ സേനാ മുന്നേറ്റത്തിൽ അവർ നിൽക്കട്ടെ, അവർ യുദ്ധമുന്നണിയിൽ നിലകൊള്ളട്ടെ. ഫല്യകൂനു മിൻ വറാഇക്കും, അവർ നിങ്ങളുടെ പിന്നിൽ നിൽക്കട്ടെ. വൽ തഅതി, അപ്പോ വീണ്ടും അമർ ഗായിബ് ലി തഅതി എന്നാണ്. വൽ തഅതി അതിന്റെ മാലി എന്താണ്? മാലി ആരും എഴുതിയില്ലല്ലോ. മാലി എഴുതിയവരാരും മാലി അത്തായത്തിയാണ്. അപ്പൊ ഇത് കൂടെ അറിയാൻ വേണ്ടിയാണ് മാലി എഴുതാൻ പറ്റും. അത്ത വന്നു. വൽ തഅതി ത്വാഇഫത്തുൻ ഉഖ്റ, രണ്ടാമത്തെ വിഭാഗം വരട്ടെ. ഇപ്പൊ ഇമാം രണ്ടാമത്തെ റക്അത്തിലായിരിക്കും. ഇമാം ഒന്നാമത്തെ റക്അത്ത് നമസ്കരിച്ചാൽ മറ്റവരെന്ത് ചെയ്യുക? പോയിട്ട് അവരപ്പന ഒരു റക്അത്ത് കൂടെ നമസ്കരിക്കാം. അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? അവർ യുദ്ധമുന്നണിയിൽ പോയിട്ട് അവർ സമയത്ത് ചെയ്യുക, ഓരോരുത്തരും ഒരു റക്അത്ത് കൂടി നമസ്കരിക്കണം. വൽ തഅതി ത്വാഇഫത്തുൻ ഉഖ്റ, മറ്റേ സംഘം. വൽ തഅതി, അവിടെയും തഅതി യഅതി വരുന്നതിന് പകരം യഅതി അവൻ വരട്ടെ, വൽ തഅതി അവൾ വരട്ടെ. ത്വാഇഫത്ത് ആയതുകൊണ്ട് സ്ത്രീലിംഗം ഉപയോഗിച്ചു. വൽ തഅതി ത്വാഇഫത്തുൻ ഉഖ്റ, മറ്റേ ത്വാഇഫത്ത് സംഘം വിഭാഗം വരട്ടെ. വൽ തഅതി ത്വാഇഫത്തുൻ ഉഖ്റ ലം യുസല്ലു, ത്വാഇഫത്തുൻ ഉഖ്റ ലം യുസല്ലു, നമസ്കരിച്ചിട്ടില്ലാത്തതായ രണ്ടാമത്തെ മറ്റേ വിഭാഗം വരട്ടെ. ത്വാഇഫത്തുൻ ഉഖ്റ ലം യുസല്ലു, അല്ലദീന ലം യുസല്ലു എന്നാണ്. അല്ലത്തി ലം യുസല്ലു അല്ലെങ്കിൽ ലം തുസല്ലു, ലം യുസല്ലു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അല്ലദീന ലം യുസല്ലു. ത്വാഇഫത്തുൻ ഉഖ്റ മറ്റേ വിഭാഗം, അവരെന്ത് ചെയ്തിട്ടില്ല? നമസ്കരിച്ചിട്ടില്ല. നമസ്കരിച്ചിട്ടില്ലാത്ത മറ്റേ വിഭാഗം വരട്ടെ. ഫൽ യുസല്ലു മഅക, അവർ താങ്കളോടൊപ്പം നമസ്കരിക്കില്ല. അപ്പൊ ഇമാം രണ്ടാമത്തെ റക്അത്തിലായിരിക്കുമ്പോൾ രണ്ടാമത്തെ വിഭാഗം വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്നു. ഫൽ യുസല്ലു മഅക, അവരെന്ത് ചെയ്യണം? വൽ യഖുദു ഹിസ്റഹും, അവര് ഹസറ പേടിച്ചു, സൂക്ഷിച്ചു. ഹിസ്റഹും, അവരുടെ സൂക്ഷ്മത കൈക്കൊള്ളട്ടെ. അസ്ലിഹതഹും, അവർ സൂക്ഷ്മതയും ജാഗ്രതയും മാത്രമല്ല കൈക്കൊള്ളേണ്ടത്, ജാഗ്രതയാണ് ഹിസ്ർ, ജാഗ്രത കൈക്കൊള്ളട്ടെ. അസ്ലിഹതഹും, അവരവരുടെ ആയുധം എടുക്കണം. ആയുധധാരികളായിക്കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞു വല്യഖുദു അസ്ലിഹതഹും, അവര് ആയുധം ധരിച്ചുകൊള്ള, ആയുധം എടുത്തുകൊള്ളട്ടെ, ആയുധധാരികളായി നമസ്കരിക്കാം. ഹിസ്റഹും അസ്ലിഹതഹും. കാരണം വദ്ദ അല്ലദീന കഫറു ലൗ തഗ്ഫുലൂന, തഗ്ഫുലുടെ മാല് എന്താ? ഗഫല യഗ്ഫുലു. തഗ്ഫുലു യൻസുറു ഗ്രൂപ്പ് ആണെങ്കിൽ ഉടനെ തന്നെ നമ്മളെ പഠിച്ച നസറ അടിച്ചേക്കാം. നമ്മളെ ക്രിയയും വരാം, മാളിയില് നമ്മളെ ക്രിയയും വരാം. പക്ഷെ നമ്മൾ പഠിച്ചനുസരിച്ചാണ് ഈ തഗ്ഫുലൂന എന്ന് വന്നു കഴിഞ്ഞാൽ ഗഫല എന്ന് മാത്രമേ വരൂ. നസറ യൻസുറു, അപ്പൊ യൻസുറു എന്ന് പറഞ്ഞാൽ നസറയെ ഉള്ളൂ നമ്മൾ പഠിച്ചത്. പക്ഷേ ഹസുന ഹസുനു എന്ന് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. മാളിയിൽ തന്നെ നമ്മളെ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ അത് റയറാണ്. എന്തായാലും നമ്മൾ പഠിച്ചത് പറയാൻ പറ്റണം. ലൗ തഗ്ഫുലൂന, നിങ്ങൾ അശ്രദ്ധരായെങ്കിൽ എന്ന് ആര് ആഗ്രഹിക്കുന്നു? വദ്ദല്ലദീന കഫറു, സത്യം ചെയ്തികൾ ആഗ്രഹിക്കുന്നു. എന്തിൽ നിന്നും അശ്രദ്ധരായെങ്കിൽ എന്ന്? അൻ അസ്ലഹതിക്കും, നിങ്ങളുടെ സിലാഹിനെ സംബന്ധിച്ച്, സിലാഹ് ആയുധം, നിങ്ങളുടെ ആയുധത്തെ സംബന്ധിച്ച് അശ്രദ്ധ. നിങ്ങളെല്ലാവരും നമസ്കരിക്കാൻ, അള്ളാഹ് പേടിച്ച് നിസ്കരിക്കാൻ പോകുമ്പോൾ, അള്ളാഹ് നിസ്കരിക്കാൻ പോകുമ്പോൾ യുദ്ധമാണ്, പക്ഷെ നിസ്കരിക്കാൻ പോവുകയാണ്. നിസ്കരിക്കാൻ പോകുമ്പോൾ അതൊന്നും പേടില്ലോ, നമുക്കിപ്പോ അള്ളാഹെ ഓർമ്മിച്ച് നമസ്കരിക്കാം, എല്ലാം അള്ളാഹ് കാത്തോളും എന്ന് വിചാരിക്കണം എന്ന് കാഫിറുകൾ ഉദ്ദേശിക്കുന്നു. നമ്മൾ അതിന് വഴി കൊടുക്കാൻ പാടില്ല. നമ്മളുടെ അള്ളാഹ് കിതാബിലെ നമ്മളെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് ജാഗ്രത ആയിരിക്കണം, ആയുധം ധരിച്ചോളണം. പിന്നെ ലൗ തഗ്ഫുലൂന അൻ അസ്ലഹതിക്കും വ അംതിഅതിക്കും, അംതിഅത്ത് മത്താഇന്റെ ബഹുവചനമാണ്. അംതിഅത്ത്, മത്താ എന്ന് പറഞ്ഞാൽ ചരക്ക്, സാധന സാമഗ്രികൾ. മത്താൻ ലക്കും വലിയ അനാമിക്കും ഒക്കെ നമ്മൾ പല പ്രാവശ്യം പഠിച്ചു. ബസ്സിലും നാസിയാത്തിലും പിന്നെ ബക്കറയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. യമീലൂന അലൈക്കും മൈലത്തൻ വാഹിദ, അങ്ങനെ അവരെന്ത് ചെയ്യും? യമീലൂന, അവർ ചായും എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യും.
അലൈക്കും നിങ്ങളുടെ മേൽ മൈലത്തൻ വാഹിദത്തൻ ഒറ്റ ചായൽ ഒരൊറ്റ അറ്റാക്ക് നിങ്ങളുടെ മേൽ ഒറ്റ അറ്റാക്ക് ചെയ്യാൻ നടത്തണം എന്ന് അവരാഗ്രഹിക്കും. വദ്ദ വലാ ജുനാഹ അലൈക്കും നിങ്ങൾക്ക് കുറ്റമില്ല. ഇൻ കാന ബിക്കും അദൻ എന്താ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കുറ്റമില്ല. മത്തറിനാലുള്ള ബുദ്ധിമുട്ട് മത്തറല്ല മഴ പോലുള്ള അസൗകര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഔ കുന്തും മർദ അല്ലെങ്കിൽ നിങ്ങൾ രോഗിയായ മർദയുടെ ഏകവചനം എന്താ? മെരിയബ്. മർദത്തിനല്ല, മെരിയബ്. അൻ തളഉ അസ്ലിഹതഹും. തളഉ എന്നതിന്റെ മാളി എന്താണ്? മാളി മുഫ്രദ് യളഉ. അൻ തളഉ അസ്ലിഹതഹും നിങ്ങളുടെ ആയുധം വെക്കുന്നത് ഇല്ല, കുഴപ്പമില്ല. ആലോചിച്ച് നോക്കണം. ലാ ജുനാഹ അലൈക്കും നിങ്ങൾക്കില്ല മേൽ കുറ്റമില്ല. എപ്പോൾ കുറ്റമില്ല? മാത്രമുണ്ടെങ്കിലോ രോഗിയാണെങ്കിലോ കുറ്റമില്ല. അപ്പോ നിങ്ങൾ യുദ്ധമുന്നണിയിലായിരിക്കുക, നമസ്കരിക്കുമ്പോ ആയുധം ധരിച്ചില്ലെങ്കിൽ എന്താണ് കുറ്റമുണ്ടോ ഇല്ലേ? യുദ്ധമുന്നണിയിലായിരിക്കുമ്പോ നമസ്കരിക്കുമ്പോ ആയുധം ധരിച്ചില്ലെങ്കിൽ കുറ്റമുണ്ട്. കാരണം എന്താ? നിങ്ങൾ മരിയതോ മത്തലോ ആണെങ്കിൽ കുറ്റം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ രോഗിയല്ല, അത് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ യുദ്ധമുന്നണിയിലായിരിക്കെ നമസ്കരിക്കുമ്പോൾ ആയുധം ധരിച്ചോളണം, ഇല്ലെങ്കിലാണ് കുറ്റം. ജാഗ്രത കൈക്കൊള്ളുക. നിങ്ങൾ എടുക്കുക, ഹിസ്റക്കും നിങ്ങളുടെ ജാഗ്രത നിങ്ങൾ ജാഗ്രത ആവുക. അള്ളാഹ് കാഫിറുകൾക്ക് അജാബൻ മുഹീൻ. മുഹീൻ എന്താണ്? നിന്ദ്യമായ ശിക്ഷ അവർക്ക് ആദ്യയുടെ അർത്ഥം ഒരുക്കി വെച്ചിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, കലാ വീട്ടിയാലും നല്ല അർത്ഥം കേട്ടോ. കലാന്ന് പറഞ്ഞാൽ നിർവഹിക്കുക എന്നാണ്. നിങ്ങൾ കല ആക്കിയാലും നല്ല. നമസ്കാരം നിർവഹിച്ചാൽ നിങ്ങൾക്ക് ഈ നമസ്കാരം, ഇത് വേണമെങ്കിൽ പൊതുവായ ഒരു തത്വമായിട്ട് എടുക്കാം. യുദ്ധമുന്നണിയിലാണെങ്കിലും അല്ലാത്തപ്പോഴും എന്താണ്, നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ യുദ്ധമുന്നണിയിലാണ്, അപ്പോൾ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പ്രധാനപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ജാഗ്രതമായി പോകാം. അപ്പോഴും എന്ത് ചെയ്യണം? ഫദ്കുറുല്ലാഹ, ദിക്ർ കാര്യങ്ങളൊക്കെ ചെയ്യണം. അള്ളാഹിനെ സ്മരിക്കേണ്ടത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവിടെ പല കോണിൽ നിന്നും ആംഗിളിൽ നിന്നും നമുക്ക് പറയാവുന്നതാണ്. അതായത് നിങ്ങൾ യുദ്ധത്തിലായിരിക്കുമ്പോഴും നമസ്കാരം നിർവഹിക്കണം. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാലും പിന്നെ യുദ്ധത്തിന്റെ ഓരോ ചുവടുവെപ്പിലും നിങ്ങൾ അള്ളാഹെ ഓർക്കണം. നിങ്ങൾ അകാലമായ ആരെയും വധിക്കാൻ പാടില്ല. അകാലമായ ഒരു കാര്യങ്ങൾ, ഒരു സംഗതി നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. അന്യായമായി ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. അതൊക്കെ നിങ്ങൾ ഓർമ്മിച്ചു വേണം. അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ, തസ്ബീഹ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർവഹിക്കണം. അത് മറ്റൊരാണ്ടിൽ നിന്നാണ്. അവിടെ തന്നെ ഇരുന്ന് അല്ല ദിക്റെല്ലാം ചൊല്ലിയതിനു ശേഷമല്ല പോകേണ്ടത്. മറിച്ചതാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകാം. പിന്നെ എന്ത് ചെയ്യണം? അസ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹ് ഓർക്കണം. അത് നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ആകാം. ഖിയാമൻ. അപ്പൊ ഖിയാം എന്താണ്? മാദിയാണോ, മുദാരിയാണോ, അംറാണോ? മസ്ദറാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചത്. മസ്തറുകൾ കണ്ടെത്താൻ പറഞ്ഞത്. ഖിയാം. ആരെ കുറെ നാമങ്ങളാണ് എഴുതിയത്. ആ നാമങ്ങളിൽ പലതും എന്താണ്? എന്തല്ല മസ്ദർ ചോദിച്ചപ്പോ ത്വായിഫത്തിന് എഴുതി. ത്വായിഫത്തുൻ, ഹിസ്റുൻ, മതാഉൻ, കിതാബുൻ. ഇതെന്തിനാ എഴുതിയേ? അതൊന്നും മസ്ദറല്ല. എന്താണ് അത്?
ഹസീം, ഹവ്വാൻ, മൈലത്തുൻ. വക്കീല്, മൈലത്ത്, മാല മീല് മൈലിൻ, മൈലത്തിൻ അത് മസ്ദറാണ്. ഖിയാമു, ഖാമ യഖൂമു, ഖാമ യഖൂമുവിന്റെ ക്രിയാധാരമാണ് ഖിയാം. ഖാദ യഖഉദുവിന്റെ ക്രിയാധാരമാണ് ഖുഊദ്. ഖുഊദ്. കൗലുൻ. കൗലുണ്ട് എവിടെ? ഒരു വാക്കുണ്ട്. ഇവിടെ ഉണ്ടോ? നോക്കാം. ഖിയാമൻ അപ്പോ നൃത്തത്തിലായിക്കൊണ്ടും ഖുഊദൻ ഇരുത്തത്തിലായിക്കൊണ്ടും, പിന്നെ പറഞ്ഞത് അല ജുനൂബിക്കും നിങ്ങളുടെ വശങ്ങളിലായിക്കൊണ്ടും. അവിടെ ജൻബ് ജുനൂബാണ്, അവിടെ ക്രിയാധാതുവല്ല. ജൻബ് ജുനൂബ്, ജുനൂബ് വശം, ജൻബ് സൈഡ്, ജുനൂബ് സൈഡുകൾ. അല്ല ജുനൂബിക്കും നിങ്ങളുടെ വശങ്ങളിലായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ കടന്നു. ഇതും അതിന്റെ മാവിയിലെ ഒന്നാമത്തെ ബന്ധം പറഞ്ഞു നോക്കി. ഇത്തുമാന്നയുടെ പട്ടിക പറഞ്ഞു നോക്കി. ഇത്തുമാന്നു, പിന്നെ കാലു കുൾത്ത വരുമ്പോഴത്തേക്ക് എന്താണ്? രാവിലെ സുക്കൂനല്ലേ വരുന്നത്. ഫതഹ ഫതഹു ഫതഹ്ത എന്ന് പറയുന്നിടത്ത് സുക്കൂൻ വരും. സുക്കൂൻ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഫതഹ്ത വരുന്നത്. അപ്പൊ എന്തായി? അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഷെദ് വരുമ്പോൾ ഷെദ് അഴിക്കണം. അപ്പൊ ഉദാഹരണം ലന്ന ലന്നു നോക്കിയാൽ ലന്ന ലന്നു ലനന്ത ലനന്തു. അപ്പൊ അപ്പൊ ഷെദ് അഴിക്കണം. അവസാനത്തെ ഷെദ്ദാണെങ്കിൽ അവിടെ സർവനാമത്തിന്റെ അടയാളം ചേർക്കണ്ടേ? അല്ലെങ്കിൽ അതെ ഫതഹത്ത ഫതഹത്തും ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാക്കിയിട്ടാണ് ചേർക്കുന്നത്. സർവനാമത്തിന്റെ അടയാളം അതിന്റെ പകരമുള്ള ഭാഗം ചേർക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ വരുന്നിടത്ത് ഷെദ് അടിക്കണം. ലന്ന ലന്നു ലനന്ത ലനന്തും അങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾ എന്തായാലും ശാന്തരായാലെന്നാണ് വാക്ക്. ഇവിടെ അർത്ഥം യുദ്ധം മാറി സമാധാനത്തിലായാൽ. അഖീമുസ്സലാത്ത നമസ്കാരം എന്ത് ചെയ്യണം? യഥാവിധി നിലനിർത്തണം. നേരത്തെ പറഞ്ഞു അഖംത ലഹുമുസ്സലാത്ത എന്നാണ് നേരത്തെ പറഞ്ഞത്. അവിടെ നമസ്കാരം നിലനിർത്തലെന്ന് തന്നെയാണ് പറഞ്ഞത്. അതേസമയം ഇവിടെ വീണ്ടും അഖീമുസ്സലാത്ത എന്ന് പറഞ്ഞാൽ അതെന്താണ്? നേരത്തെ പറഞ്ഞ പോലുള്ള ഒഴികഴിവൊന്നും ഇല്ലാതെ പൂർണ്ണമായും ഇഖാമത്ത് സ്വലാത്ത് ചെയ്യുക, നമസ്കാരം അതിൻ്റെതായ നിലയ്ക്ക് വയ്ക്കുക പൂർണ്ണമായും. അതേപോലെ അവിടെ എന്ത് ചെയ്യാണ്? അഖീമ സ്വലാത്താണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ യാത്രക്കാരുടെ കസലും ഞമ്മൊക്കെ എടുക്കാം. അതൊന്നും പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്ത് ചെയ്യണം? ജമാഅത്തായിട്ട് നമസ്കരിക്കണം. അഖീമ സ്വലാത്ത്. അപ്പൊ നമസ്കാരത്തിന് സമയമുണ്ട്, ഇതുണ്ട്, ജമാഅത്തുണ്ട്, അതേപോലുള്ള കാര്യങ്ങളുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അലൽ മുഅ്മിനീന, അലൽ മുഅ്മിനീന, മുഅ്മിനീന എന്ന് വരാൻ കാര്യം ഇന്ന സ്വലാത്ത കിതാബൻ മൗഖൂത. എന്താണ് അത്? കിതാബാണ്, നിയമമാണ്. കിതാബിന് എങ്ങനെ നെസ്ബ് വന്നത്? കാനയുടെ ഖബർ, കാനയുടെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ കാനയുടെ ഖബർ. അപ്പൊ കാനയുടെ ഇസ്മ എവിടെ ഉണ്ട്? കാനയുടെ അകത്തുള്ള എന്താ ഉള്ളത്? കാനയുടെ അകത്ത് ഹിയ കാനത്ത്. സ്വലാത്ത് സ്ത്രീലിംഗ് ആയതുകൊണ്ട് കാനത്ത് ഹിയ എന്നുള്ളതിന്റെ. അല്ലെങ്കിൽ പിന്നെ കിതാബൻ മൗഖൂത്ത. അതെന്താണ്? കിതാബൻ മൗഖൂത്തൻ. മൗഖൂത്തൻ എന്തുകൊണ്ട് നസ്ബ് വന്നു? കിതാബിലേക്ക്
അതിന്റെ വിശേഷണം കിതാബിന്റെ വിശേഷണമാണ്. കിതാബാണ്, നിയമമാണ്. മൗഖൂതൻ, വഖത്ത് ആക്കപ്പെട്ട, സമയം നിർണയിക്കപ്പെട്ട. അതിനാണ് സമയത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നത്. ലാ തഹിനു, ലാ തഹിനുവിന്റെ മാളി എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, വലാ തഹിനു, നിങ്ങൾ ദുർബലരാകരുത്. ഫി ബിത്തിഗാഇൽ ഖൗം, എന്താണ്? ആരെങ്കിലും എഴുതിയ? ഇബ്തിഗാ മസ്ദറാണ്. ഇബ്തിഗയിലെ മസ്ദറാണ് ഇബ്തിഗാ. ഇബ്തിഗാഇൽ ഖൗം, ഖൗമിനെ ഇബ്തിഗായുടെ അർത്ഥം എന്താ? തേടി, തേടി ആഗ്രഹിച്ചു. തലബ എന്ന മീനിങ് ആണ് ഡിക്ഷണറിയിലുള്ളത്. ലാ തഹിനു ഫി ഇബ്തിഗാഇൽ ഖൗമി, ഖൗമിനെ തേടുന്നതിൽ നിങ്ങൾ ദുർബലരാവരുത് എന്ന് പറഞ്ഞാൽ യുദ്ധമുന്നണിയിലെ യുദ്ധമുന്നണിയിൽ മാത്രമല്ല, ഇബ്തിഗാഇൽ ഖൗം എന്ന് പറഞ്ഞാൽ ആ ഖൗമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന, കേട്ടോ, നിങ്ങളോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന വിഭാഗത്തെ, ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ ദൗത്യം പ്രചരിപ്പിക്കുന്നതിനോടും ശത്രുതാ മനോഭാവം നിലനിർത്തുന്ന ആ ഖൗമിനെ കണ്ടെത്തുന്നതിൽ നിങ്ങൾ ദുർബലരാകരുത്. അവരോട് കണ്ടെത്തി അവരോട് ശരിയായ നിലപാട് സ്വീകരിക്കണം. ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ. അപ്പൊ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് കുറെ പ്രയാസങ്ങളുണ്ട്. ഇൻ തകൂനു തഅലമൂന, അലം തഅലമൂന എന്താണ്? നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു. അലിമ എഴുതി തന്നിട്ടുണ്ടെന്നാണ് നോക്കിയത്. അലമുൻ വേദന, അലിമ യഅലമു വേദനിച്ചു. ഇൻ തകൂനു തഅലമൂന, നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു എങ്കിൽ ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂൻ, അവർക്കും വേദനയും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടല്ലോ. കമാ തഅലമൂന, നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന പോലെ. നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാകുന്നെങ്കിൽ അവർക്കും പെയിൻഫുൾ ആയിട്ടുള്ള സംഗതി ഉണ്ടാകും. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ശത്രുക്കൾ ദുരിതം അനുഭവിക്കുന്നു. ശത്രുക്കൾ ദുരിതം അനുഭവിക്കുന്നു. അവർക്ക് ഈ അള്ളയിലും പരലോകത്തിലും വിശ്വാസമില്ല. അവർ അള്ളയിലും പരലോകത്തിലും കിതാബിലും ഒന്നും വിശ്വാസം ഇല്ലാഞ്ഞിട്ട് പോലും അവർ ദുരിതം അനുഭവിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ദുരിതം അനുഭവിച്ചുകൂടാ? തർജൂനയുടെ മാലി എന്താ? റജായർജു. മാലി ചോദിച്ചു കഴിഞ്ഞാൽ മാലി മുതൽ വിളിച്ചു റജായർജു എന്നാണ് അതിന്റെ ആദ്യ രൂപം. തർജൂന മിനല്ലാഹി, നിങ്ങൾ അള്ളാഹിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. മാലായർജൂൻ, അവർ പ്രതീക്ഷിക്കാത്തത്. അവർക്ക് പരലോകമില്ല, അവിടെ പ്രതിഫലം കിട്ടുമെന്നുള്ള താല്പര്യവും ആഗ്രഹവും ഇല്ല. പക്ഷെ നിങ്ങൾ അതിനാഗ്രഹിക്കുന്നു. നിങ്ങൾ സ്വർഗം കിട്ടും, നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ദുരിതം അനുഭവിച്ചൂടാ. അല്ലാഹു അലീമൻ ഹകീമ, അള്ളാഹ് അറിയുന്നവനും നന്നായി അറിയുന്നവനും യുക്തിമാനുമാണ്. നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യുക്തിഭദ്രമായ വാക്യങ്ങളാണ്. നമസ്കാരം ഇപ്പം യുദ്ധവും യുദ്ധത്തിനുള്ള നമസ്കാരവും അതിനോടുള്ള നിലപാടുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതെല്ലാം എന്താണ്? യുക്തിഭദ്രമായ കാര്യങ്ങളാണ് പറഞ്ഞത്. കിതാബ്, വേറൊരു വിഷയത്തിലേക്ക് പോവുക. കിതാബ്, താങ്കൾക്ക് നാം കിതാബ് അവതരിപ്പിച്ചെന്നു. യാഥാർത്ഥ്യം, മിഥ്യയല്ല. ഇത് മിഥ്യയല്ല. ഒരാശയത്തിൽ ഇത് എന്തല്ല? ഇത് മിഥ്യയല്ല, ഉട്ടോപ്യൻ സംഗതിയൊന്നുമല്ല. മറിച്ച് എന്താണ്? ഇത് യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ സംഗതി, അത് കൊണ്ട് തന്നിരിക്കുന്ന എന്താണ്? സത്യമാണ്, യാഥാർത്ഥ്യമാണ്. സത്യവുമായിട്ടാണ് അയച്ചിരിക്കുന്നത്. സത്യവുമായിട്ടാണ് താങ്കൾക്ക് കിതാബ് അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ് കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നത്? അപ്പൊ കിതാബ് അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യങ്ങൾ പല സ്ഥലങ്ങളിലും പലത് പറഞ്ഞിട്ടുണ്ടാവും. ഖുർആൻ ഒരു ഭരണഘടനയാണെങ്കിൽ പോലും അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ സാന്ദർഭികമായും
വളരെ നല്ല യുക്തിഭദ്രമായ രീതിയിലുമാണ് അവതരിപ്പിക്കുന്നത്. അതിന്റെ രീതി അതല്ലാതെ ഇങ്ങനെ ഗണ്ണിക 1, 2, 3 എന്നുള്ള ഈ ഗണ്ണിക എണ്ണം ഇട്ടിട്ട് പറയുന്നത്. അപ്പോ ഖുർആന്റെ ലക്ഷ്യം എന്താണ്, ഖുർആന്റെ അവതരണ ലക്ഷ്യം എന്താണെന്ന് പല സ്ഥലങ്ങളിലും പല സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അത് എടുത്ത് എഴുതി വെക്കണം. ഖുർആൻ അവന്റെ അവതരണത്തിന്റെ ലക്ഷ്യം. കിതാബിൻ അൻസൽനാഹു മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാതി, അതിനെ സൂക്തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇതിലുള്ള വിധികൾ ജനങ്ങൾക്കിടയിൽ കൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്, നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് താങ്കൾക്ക് കിതാബ് അവതരിപ്പിച്ചത്. ബിമാ അറാക്കല്ലാഹ്. തഹ്കുമാവാൻ കാരണം എന്താ? ആരെങ്കിലും അറിയുന്നവര് പറയും. കാണിച്ചു തന്നു. നിയമം തഹ്കുമയ്ക്ക് നസ്ബിയത് എന്തെന്നാണ് ചോദ്യം. അത് കിതാബ മഫ്ഊലും ബിഹി. പിന്നെ തഹ്കുമ അതിന്റെ തഹ്കുമ അതിനോട് രണ്ടാമത്തെ മഫ്ഊലും ബിഹി. അത്തഫ് ചെയ്യും. നസ്ബിയ കാര്യം എന്ത്? ലാമുത്തള്ളിലാണ്. അത് തന്നെ ലാമുത്താലി. കാരണം പറയുന്ന ലാമാണ്. എന്തിനു വേണ്ടിയാണ്? പിന്നെ നമ്മൾ പറഞ്ഞു ഈ അപൂർണക്രിയക്ക് മുമ്പ് ഈ ലാം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപൂർണക്രിയക്ക് മുമ്പ് എതിന് ഈ ലാമിന് പ്രത്യേകം പേരുണ്ടോ? ഈ ലാമിന് പ്രത്യേകം പേരുണ്ടോ? ലാമത്ത് അലിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാരണം പറയുന്ന ലാമാണെന്ന് നമ്മൾ ഒരിക്കലും ക്ലാസ്സിൽ പഠിപ്പിച്ചില്ല. നിങ്ങളുടെ ബേസിലാണ് ആർക്കണം എനിക്കറിയില്ല. അതെ, പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നീട് ഈ ലാമ് പല ഇനം ലാമുകളുണ്ട്. ഇതുപോലെ ലീ വരുന്ന ലീ പലതരം പല ഇനങ്ങളുണ്ട്. ആ ഇനങ്ങളൊന്നും നമ്മൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ പോകണ്ട. മറിച്ച് എന്ത് ചെയ്യണം? ഇവിടെ എന്താ നിയമം? ലീക്ക് ശേഷം വരുന്നത് അപൂർണക്രിയയാണോ അവിടെ നസ്ബിയതാണ്. അവിടെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അൻ മറഞ്ഞിട്ടുണ്ട്. നമ്മൾ നസ്ബി എന്ന കാര്യങ്ങൾ പറഞ്ഞ എന്തൊക്കെയാണ് പറഞ്ഞത്? അല്ല നിതൻ കൈ വന്നാലാണ് നസ്ബിയാണെന്ന് പറഞ്ഞു. അല്ല നിതൻ കൈ വന്നാലാണ് നസ്ബിയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലീക്ക് ശേഷം അൻ മറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാണ് നീ വിധി കൽപ്പിക്കുക എന്നതിന് വേണ്ടി. മനസ്സിലായ? അപ്പൊ അൻ അൻ ലാ ഇലാഹ എന്ന് പറഞ്ഞു. അതേപോലത്തെ അൻ അതിനു വേണ്ടി എന്ന്. ലി അൻ തഹ്കുമ, അന്നും തഹ്കുമയും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും? മസ്തറിന്റെ മീനിങ് വരും, ക്രിയാധാതുവിന്റെ. ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് കിതാബ് അവതരിപ്പിച്ചിരുന്നത്. ബിമാ അറാക്കല്ലാഹ്. അറാക്കയുടെ അർത്ഥം എന്താ? അറാക്കല്ലാഹു കാണിച്ചു തന്നു, കാണിക്കാനായി. ആയാണ് കണ്ടു, അറാ കാണിച്ചു തന്നു. അറാക്കല്ലാഹു കാണിക്കാനായി അല്ല, കാണിച്ചു തന്ന. ബിമാ ഒന്നുകൊണ്ട്, അറാക്ക അള്ളാഹു അള്ളാഹ് നിനക്ക് കാണിച്ചു തന്നതായ ഒന്നുകൊണ്ട് വിധി കൽപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് കിതാബ് അവതരിപ്പിച്ചത്. لا تكن للخائنين ولا تكن للخائنين خصيما. لا تكن നീ ആകരുത്. للخائنين. ഖായിനീന്റെ മാളി എന്താണ്? വഞ്ചിക്കുന്നവൻ. ഖസീമ വഞ്ചകന് വേണ്ടി വാദിക്കുന്നവനാകരുത്. ഖസമ വാദിച്ചു. വഞ്ചകർക്ക് വേണ്ടി വാദിക്കുന്നവൻ. ഹസീമ യഹ്സമു ആണ് കേട്ടോ. ഹസീമ യഹ്സമു വാദിച്ചു. ഇപ്പൊ ഇവിടെ ഒരു വിഷയമുണ്ട്. അതായത് ഒരു സഹാബി, അയാൾ കപടവിശ്വാസിയായിരുന്നു. ഈ കപടവിശ്വാസി എന്ത് ചെയ്തു? എന്തായിരുന്നു മോഷ്ടിച്ചത്?
എന്തോ ഒരു വസ്തു പടച്ചൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. പടയങ്കി മോഷ്ടിച്ചു. പടയങ്കി മോഷ്ടിച്ചു. ഇയാളുടെ ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു സംഗതി ഇയാൾ മോഷ്ടിച്ചു. ഈ മോഷ്ടിച്ച സാധനം ഇത് ഇത് നഷ്ടപ്പെട്ടയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന പരാതി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നബിയുടെ അടുത്തിൽ പരാതി എത്തിയിട്ടുണ്ട് എന്ന് ഇയാൾ മനസ്സിലാക്കിയ ഉടനെ ഇയാൾ എന്ത് ചെയ്തു? അവസാനം ഗത്യന്തരമില്ലാതെ ഇയാൾ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ജൂതനെ ഏൽപ്പിച്ചു. നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞു. അയാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വാദി ചെന്ന് കംപ്ലൈന്റ് കൊടുത്തു, പരാതി കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് ഇന്ന ആളെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അയാളെ വിളിപ്പിച്ചു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ നേരത്തെ തന്നെ അയാളുടെ വീട്ടുകാരടുത്ത് കുടുംബക്കാരത്തൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്, ഞാൻ ജൂതനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ പറയണം, നിങ്ങൾ എല്ലാവരും കൂടെ പറയണം ഞാൻ സത്യസന്ധനാണ്, ജൂതനാണ് മോഷ്ടിച്ചിരിക്കുന്നത് പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കേസ് വന്നു. നബി എന്ത് ചെയ്യാണ്? തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കാൻ പോവുകയാണ്. തെളിവെന്താ? ജൂതന്റെ കയ്യിലാണ് വസ്തു ഉള്ളത്. അപ്പൊ ജൂതനാണ് മോഷ്ടിച്ചത്. ജൂതൻ പറഞ്ഞു ഞാനിതിന് ഉത്തരവാദിയൊന്നുമില്ല, എനിക്ക് എന്നെ സൂചിക്കാൻ ഏൽപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാളും അയാളുടെ കുടുംബക്കാരെല്ലാം കൂടെ പറഞ്ഞു ആ ജൂതൻ പറയുന്നു, ജൂതൻ ഒരു അവിശ്വാസിയാണല്ലോ, ജൂതന്മാര് വിശ്വാസികൾക്കെതിൽ പ്രവർത്തിക്കുന്നവരാണ്, അത് അവൻ തന്നെയാണ് മോഷ്ടിച്ചത് എന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. അങ്ങനെ ജൂതനെതിരെ വിധി കൽപ്പിക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് ഈ സൂക്തം അവതരിക്കുന്നത്. നബി വിധിച്ചില്ല, അതിനു മുമ്പ് സൂക്തം അവതരിക്കും. അങ്ങനെ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾക്കെതിരെ തന്നെ വിധിച്ചു. മോഷ്ടിച്ച ആൾക്കെതിരെ തന്നെയാണ് വിധിച്ചത്. വസ്തഗ്ഫിരില്ലാഹ്, നീ അള്ളാഹുവിനോട് പാപം തേടുക. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, പൊറുത്തരുന്നവനും കാരുണ്യവാനുമാണ്. വലാ തുജാദിൽ അനിൽ ലദീന യഖ്താനൂന അൻഫുസക്കും, ഇനി അയാൾക്ക് വേണ്ടി നിന്നവരോട് കൂടി പറയുകയാണ്, ലാ തുജാദിൽ, വാദിക്കരുത്, തർക്കിക്കരുത്. തർക്കിക്കരുത്. ലാ തുജാദിൽ അനിൽ ലദീന യഖ്താനൂന അൻഫുസഹും, തങ്ങളോട് തന്നെ. യഖ്താനു എന്ന് പറഞ്ഞാൽ ഖാനയുടെ മീനിങ് തന്നെയാണ്. ഖാന വഞ്ചിച്ചു, യഖ്താന കൊടും ചെതി ചെയ്തു. അക്ഷരങ്ങളുടെ എണ്ണം കൂടുമ്പോൾ, ഒരേ അർത്ഥമാണെങ്കിൽ അക്ഷരങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അതിന്റെ തീവ്രത കൂടും, അർത്ഥത്തിന്റെ തീവ്രത കൂടും. യഖ്താനൂന അൻഫുസഹും, അവർ തങ്ങളോട് തന്നെ എന്താണ് വഞ്ചന ചെയ്യുക. സ്വയം വഞ്ചന ചെയ്യുന്നവർക്ക് വേണ്ടി നീ തർക്കിക്കാൻ നിൽക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ. അപ്പൊ അവിടെ ഖാഇനിന്റെ തീവ്രമായ രൂപമാണ് ഖവ്വാൻ. കാഫിർ കഫാർ എന്ന് പറയും. അല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം എന്ന് പറയും. ആ കഫാറിന്റെ അതേ പ്രയോഗമാണ് ഖവ്വാൻ. ഖാഇൻ ഖവ്വാൻ. ഖാൻ യഖൂൻ എന്നല്ലേ വരുന്നത്. അപ്പൊ വാവാണ് അതിന്റെ അടിസ്ഥാന അക്ഷരം. അലിഫ് അടിസ്ഥാന അക്ഷരമായി വരില്ല. കാലയുടെ കാല യഖൂൽ എന്ന് വന്നപ്പോൾ കാലയിലുള്ള അലിഫിന് പകരം യഥാർത്ഥത്തിൽ വാവാണുള്ളത്. പക്ഷെ കവല എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കാല എന്ന് പറയുന്നത്. അങ്ങനെ ഉചിതമായ തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന്റെ അടയാളത്തിനോട് ഉചിതമായ രീതിയിൽ മാറ്റുകയാണ് ചെയ്യുന്നത്. അടിസ്ഥാന അക്ഷരമായി വരുന്ന ഒന്നിൽ യാവോ അല്ലെങ്കിൽ വാവോ ആയിരിക്കും. ദുർബലാക്ഷരങ്ങളിൽ അടിസ്ഥാന അക്ഷരങ്ങൾ വാവോ യാവോ ആയിരിക്കും. പക്ഷേ അത് സന്ദർഭത്തിനനുസരിച്ച് മാറി വരും, അലിഫായിട്ടൊക്കെ വരും. ഇപ്പൊ ഖാന യഖൂനു എന്നാണ്. പക്ഷെ അതിന്റെ ഖാഇനുൻ എന്ന് വരുമ്പോൾ അതിന്റെ തീവ്രമായ രൂപം, ആധിക്യത്തിന്റെ രൂപം വരുമ്പോൾ ഖവ്വാൻ എന്നാണ് വരിക. ഖആൻ എന്ന് പറയാൻ പറ്റില്ല, ഹംസിനെ വിശുദ്ധി കൊടുക്കാൻ പറ്റും. അത് ഖാഇൻ എന്ന് പറഞ്ഞത് തന്നെ ഹംസ് കാല വന്നപ്പോ ഖാഇലുൻ എന്നല്ലേ വരുന്നത്. മധ്യത്ത് ദുർബലാക്ഷം വരുന്നതിനെല്ലാം ഹംസിട്ടാണ് കർത്താവ് രൂപം ഉണ്ടാകുന്നത്. പക്ഷെ ആധിക്യത്തിന്റെ രൂപം വരുമ്പോൾ അത് മാറി അതിന്റെ ഒറിജിനൽ അക്ഷരമായി മാറും. ഖവ്വാനൻ അസീമൻ, കൊടും വഞ്ചകനും കൊടും പാപിയാണ് അസീം. ആസിമിന്റെ തീവ്രമായ രൂപമാണ് അസീം. റഹീം പോലെ അസീം. കൊടും പാപിയെയും കൊടും വഞ്ചകനെയും അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അല്ലാത്ത വഞ്ചകനെയും അല്ലാത്ത പാപിയെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയല്ല.
മറിച്ച് എന്താണ് ഈ പറഞ്ഞ സന്ദർഭത്തിലുള്ള ആ വഞ്ചകനെ സംബന്ധിച്ചോളം അവൻ കൊടും ചതിയനും കൊടും വഞ്ചകനും കൊടും പാപിയുമാണ്. അങ്ങനെയുള്ളവനെ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഇയാൾക്കെതിരിൽ വിധിച്ച ഉടനെ ഇയാൾ എന്ത് ചെയ്തു? തിരിച്ച് മക്കയിൽ പോയി കളഞ്ഞു. മക്കയിൽ പോയിട്ട് പിന്നെ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെയെല്ലാം മുസ്ലിങ്ങൾക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും എതിരിൽ പ്രവർത്തനം തുടങ്ങി. യസ്തഖ്ഫൂന മിനന്നാസി, ഇസ്തഖ്ഫ യസ്തഖ്ഫി എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. ഏത് ഗ്രൂപ്പാ? ഇസ്തഗ്ഫറ ഗ്രൂപ്പാണ്. യസ്തഖ്ഫൂന മിനന്നാസി, ജനങ്ങളിൽ നിന്നും അവർ മറച്ചു വെക്കുന്നു. മോട്ടിച്ചവരെന്ത് ചെയ്യുന്നു? ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നു. അല്ല യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹിൽ നിന്നും മറച്ചു വെക്കുന്നില്ല. അള്ളാഹിൽ നിന്നും ഒരു കാര്യങ്ങളും മറച്ചു വെക്കാൻ കഴിയില്ല. വഹുവ മഅഹും, അവൻ അവരുടെ കൂടെയാണ്. അൽഹംദുലില്ലാ. അപ്പൊ വാവെന്തിനാ? ഇവിടെ വാവിന് വേറെ ഒരു കാരണവും കാണുന്നില്ല ഹാലല്ലാതെ. അവൻ അവരോടൊപ്പം ഉണ്ടായിരിക്കെ അവനിൽ നിന്നും അവർ മറച്ചു വയ്ക്കുന്നില്ല. അവനിൽ നിന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞിട്ട്. വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും, അവനാകട്ടെ അവരോടൊപ്പമുണ്ട്. അല്ലാഹു അല്ലേ? അതെ, അള്ളാഹ് അവരോടൊപ്പമുണ്ട്. ഇദ് യുബയ്യിതൂന, ബയ്യത്ത എന്താ അർത്ഥം? ബയ്യത്ത നേരത്തെ വന്നിട്ടില്ലേ? ബയ്യത്ത രാത്രിയിൽ ഗൂഢാലോചന. ബാത്ത യബീത്തു എന്ന് പറഞ്ഞാൽ രാപ്പാർത്തു എന്നാണ്. ബാത്ത യബീത്തു രാപ്പാർത്തു. ബൈത്ത് രാത്രി താമസിക്കുന്ന സ്ഥലം. അങ്ങനെയാണ് ബൈത്ത് എന്നർത്ഥം. ദാർ എന്നർത്ഥം വരുന്ന പറഞ്ഞാൽ ദാർ ഏതൂർ, എപ്പോഴും അതിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതുകൊണ്ടാണ് ദാർ ഏതൂർ, ദാർ എന്ന് വീട്ടിന് ദാർ എന്ന് പറയും. അപ്പൊ ബയ്യത്ത എന്ന് പറഞ്ഞാൽ രാത്രി ഗൂഢാലോചന നടത്തി എന്നാണ് അതിന്റെ അർത്ഥം. രാത്രി നിഗൂഢമായ ആലോചന നടത്തി. ഈ യുബയ്യിത്തൂന മാ ലാ യർദാ മിനൽ ഖൗൽ, അവർ ഗൂഢാലോചന നടത്തി. ഇവിടെ എന്താണ്? ഇവിടെ നിരുപാധികം ഗൂഢാലോചന നടത്തിയെന്ന അർത്ഥമാണ്. അപ്പൊ അതിന്റെ ഭാഷാർത്ഥമാണ് എന്ത്? രാത്രിയിൽ ആലോചന നടത്തിയെന്ന്. ഭാഷയിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്? ഇത് യുബയ്യിത്തൂന മാ ലാ യർദാ മിനൽ ഖൗൽ, അവര് മാ ലാ യർദാ മിനൽ ഖൗൽ. ഇവിടെ ഉണ്ട് കൗല്, ക്രിയാധാതുവാണ് കൗല്. തൃപ്തികരമല്ലാത്ത വാക്കിനെ കുറിച്ച് അവർ ഗൂഢാലോചന നടത്തുന്ന സന്ദർഭത്തിൽ അവൻ അവരോടൊപ്പമുണ്ട്. അങ്ങനെയുള്ളതായ അവസ്ഥയിൽ അവർക്ക് ഒന്നും അള്ളാഹിൽ നിന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. വകാനല്ലാഹു ബിമാ യഅമലൂന മുഹീത, അള്ളാഹ് അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നു. മുഹീത്ത് എന്ന് പറഞ്ഞാൽ വലയം ചെയ്യുന്ന. ഹാ അൻതും ഹാ ഉലായി, നമ്മള് ഹാ ഉപയോഗിച്ചിട്ട് എന്ത് പറഞ്ഞല്ലോ? ഹാ ഹുവ ദാ എന്നൊക്കെ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കില്? 2ലോ 3ലോ ഹാ ഹുവ ദാ എന്ന് പറഞ്ഞ പോലെയാണ്. ഹാ അൻതും, ഹാ ഹുവ എന്ന് പറഞ്ഞപ്പോ ഏകവചനമാണ്. ഹാ അൻതും നിങ്ങൾ, ദാ നിങ്ങൾ. ഹാ ഉലായി ഒരു വിഭാഗമാണ്. ഹാ അൻതും ഹാ ഉലായി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വിഭാഗം. ജാദൽത്തും നിങ്ങളാകുന്ന വിഭാഗം. ജാദൽത്തും അൻഹും അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? തർക്കിക്കുന്നു. നേരത്തെ പറഞ്ഞ ലാ തുജാദിലു യഖ്താനൂന അൻഫുസഹും എന്ന് പറഞ്ഞില്ലേ? തങ്ങളോട് തന്നെ ആത്മവഞ്ചന ചെയ്യുന്നവർ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ വാദിക്കുന്നു. ഖവ്വാനിന് വേണ്ടി വാദിക്കുന്നു. ജാദൽതും അൻഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്ത് നിങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കുന്നു. മൻ യുജാദിലുല്ലാഹ അൻഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആര് അവർക്ക് വേണ്ടി വാദിക്കും? നിങ്ങൾ വാദിക്കോ? ചോദ്യാണല്ലേ? അതാണ്. മൻ യുജാദിലുല്ലാഹ അൻഹും യൗമൽ ഖിയാമ. ഇവിടെ മന്നിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല?
ജസ്മ് ചെയ്തിട്ടില്ല. കാരണം എന്താ? കണ്ടീഷൻ മെന്നല്ല. ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാകും എന്നവനാരാണ് എന്ന് ചോദിച്ചിട്ടില്ല. അതിന് വരുന്നുണ്ട്. എന്റെ താഴത്തെ വാക്യത്തിൽ അങ്ങനെയുള്ള മൻ വരുന്നുണ്ട്. ഇവിടെ എന്താണ്? ചോദ്യമാണ്. മൻ യുജാദിലുല്ലാഹ അൻഹും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവർക്ക് വേണ്ടി ആര് തർക്കിക്കും? അവർ വാദിക്കും. അമ്മൻ യക്കൂനു അലൈഹിം വക്കീല. അമ്മൻ അതല്ല, മൻ യക്കൂനു അലൈഹിം വക്കീല, അവർക്ക് വേണ്ടി വക്കീലായിട്ട് ആരുണ്ടാകും? ഏതെങ്കിലും അഡ്വക്കേറ്റ് വരുമോ? വാദിക്കുന്നവൻ, ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കപ്പെടുന്നവൻ ആരെങ്കിലും ഉണ്ടോ? വക്കീൽ. അപ്പൊ വക്കീൽ എന്ന ഫോം എങ്ങനെയാണ് വന്നത്? ഹമീദ് പോലെയാണ്. ഹമീദ് എന്താ? സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്. റഹീം പോലെയല്ല. റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവൻ എന്നാണ്. അധികം കാരുണ്യമുള്ളവൻ എന്നാണ്. ഹമീദ് എന്ന് പറഞ്ഞാൽ അധികം സ്തുതിക്കപ്പെടുന്നവൻ. അപ്പൊ വക്കീൽ എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കപ്പെടുന്നവൻ. ഭരമേൽപ്പിക്കപ്പെടുന്നവനായി ആരെങ്കിലും ഉണ്ടാകുമോ? മൻ യക്കൂനു അലൈഹിം വക്കീലിന്, അവർക്ക് വേണ്ടി ഭരമേൽപ്പിക്കപ്പെടുന്നവൻ ആരെങ്കിലും ഉണ്ടാകുമോ? പിന്നെ പറഞ്ഞു മൻ യഅമൽ സൂഅൻ. ഇവിടെ കണ്ടീഷണൽ മന്നാണ്. ഏതൊരുവൻ യഅമൽ സൂഅൻ, സൂഅ് ചെയ്യുന്നുവോ, ഔ യള്ളിം, ഔ ഉപയോഗിച്ച് യഅമലിന്റെ കൂടെ ബന്ധപ്പെടുത്തിയതാണ്. അപ്പൊ യഅമലിന്റെ അതേ അടയാളം യള്ളിമുനും വരണം. യള്ളിം നഫ്സഹു, തന്നോട് തന്നെ അക്രമം ചെയ്യുകയും ചെയ്യുന്നുവോ. അപ്പൊ എന്താണ്? അത് കണ്ടീഷനാണ്. സുമ്മ യസ്തഗ്ഫിരില്ലാഹ, പിന്നീട് അവൻ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. യജിദില്ലാഹ. അപ്പോ ഈ മൻ യഅമൽ എന്ന് പറഞ്ഞതിന്റെ ജവാബ് എവിടെയുണ്ട്? യജിദില്ലാഹയുടെ ഒറിജിനൽ അടയാളം എന്താ? യജിദിന്റെ ജസ്മാണ്. ജസ്മാണ്. സുക്കൂൻ കൊണ്ടാണ് ജസ്മ ചെയ്തിരിക്കുന്നത്. ആ സുക്കൂനിനെ ലഫ്ലുൽ ജലാലത്തിന്റെ ആദ്യത്തെ ലാമിന് സുക്കൂൻ ആയതുകൊണ്ട് ആ സുക്കൂന് യജിദിന്റെ സുക്കൂൻ കളഞ്ഞതാണ്, മാറ്റിയിട്ട് കസർ കൊടുക്കുക. രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൊണ്ടുവന്നു. അതാണ് യജിദില്ലാഹ, അള്ളയെ കണ്ടെത്തും. ഗഫൂറർ റഹീം. അപ്പൊ ആർക്കും എന്ത് തെറ്റും ചെയ്താൽ അവന് പശ്ചാത്തപിച്ച് മടങ്ങാം. ഒമൻ യക്സിബ് ഇസ്മൻ ഫഇന്നമാ യക്സിബുഹു അലാ നഫ്സി. ഇവിടെ ഒമൻ യക്സിബ് എന്നതിന്റെ കണ്ടീഷണൽ മന്നാണ്. പിന്നീട് എന്താണ്? ഫഇന്നമാ യക്സിബുഹു അലാ നഫ്സി എന്ന ജുംലയാണ് അതിന്റെ ജവാബ്. പിന്നീട് ഒരു സെന്റൻസ് ആണ് അതിന്റെ ജവാബ്. ഒരു ഒറ്റ വാക്യം വന്നാൽ മാത്രമേ അതിന്റെ ജസ്മ് കാണാൻ പറ്റുള്ളൂ. ജവാബുണ്ട് ഇവിടെ. മൻ യക്സിബ്, ഏതൊരുവൻ സമ്പാദിക്കുന്നു, ഇസ്മൻ പാപം, ഫഇന്നമാ യക്സിബുഹു, അവൻ അതിന് സമ്പാദിക്കുന്നത് അലാ നഫ്സിഹി, അവനെതിൽ തന്നെയാണ്. പാപം ചെയ്താൽ അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അവൻ അവന്റെ എതിൽ തന്നെയാണ് ചെയ്യുന്നത്. വക്കാന അല്ലാഹു അലീമൻ ഹക്കീമൻ, അള്ള എല്ലാം നന്നായി അറിയുന്നവനും യുക്തിമാനുമാണ്. ആരെയും അകാരണമായി ശിക്ഷിക്കുന്നില്ല. ശിക്ഷിക്കണമെന്ന് ആഗ്രഹവും ഇല്ല. നേരത്തെ പറഞ്ഞല്ലോ, യജിദുല്ലാഹ ഗഫൂറർ റഹീമൻ, അവൻ ഗഫൂറും റഹീമുമാണ്. എത്ര പാപം ചെയ്താലും അവൻ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവൻ ഗഫൂറും റഹീമുമായവനെ കാണാൻ പറ്റും. അവൻ പിന്നെ എങ്ങനെയാണ്, ഏതർത്ഥത്തിലാണ് അതിലെ അവസ്ഥയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയതും അല്ലാത്തതും എന്നൊക്കെ തടങ്ങാത്തതും ഒക്കെ നന്നായി അറിയുന്നവനാണ്, അലീമാണ്. അതിന്റെ യുക്തിയും അവൻ അറിയുന്നവനാണ്, ഹക്കീമുമാണ്. ഒമൻ യക്സിബ് ഖതീഅതൻ, പിന്നെ വീണ്ടും മറ്റേലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞ സംഗതിയിലേക്ക് പോവുകയാണ്. ഒമൻ യക്സിബ് ഖതീഅതൻ, ഒരു തെറ്റ് ഒരുത്തൻ ചെയ്യുക, ഏതൊരുവൻ ചെയ്തുവോ. അവിടെ കണ്ടീഷണൽ മന്നാണ്. മൻ യക്സിബ് ഖതീഅതൻ. അപ്പൊ അതിന്റെ ജവാബ് നമ്മൾ പ്രതീക്ഷിച്ചു വേണം. അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പിന്നെ പറയും. അപ്പൊ അത് നോക്കി പ്രതീക്ഷിക്കണം, എന്താണെന്ന് കണ്ടുപിടിക്കണം. മൻ യക്സിബ് ഖതീഅതൻ, ഏതൊരുവൻ തിന്മ ചെയ്തു, ഔ ഇസ്മൻ, അല്ലെങ്കിൽ പാപം ചെയ്തു, സുമ്മ യർമി, പിന്നീട് എന്ത് ചെയ്തു? എറിഞ്ഞു കൊടുത്തു. റമാ യർമി. അപ്പോ യർമിക്ക് എങ്ങനെ യാ പോയി?
മൻ യക്സിബ് ജസ്മി ചെയ്ത് കൽപ്പന. യക്സിബിന് ജസ്മി ചെയ്ത് കൽപ്പന ഒന്നുമല്ല. മൻ യക്സിബ് മൻ കണ്ടീഷൻ മന്നാണ്, അതിനുശേഷം വന്ന് ജസ്മി ആണ്. അപ്പൊ യക്സിബ് എന്ന് ജസ്മി ചെയ്തു. ഔ ഇസ്മൻ സുമ്മ യർമി, സുമ്മ ഉപയോഗിച്ച് അതുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നെ വീണ്ടും മുലാരിയായി ഫെയിലാണ് പറയുന്നത് എങ്കിൽ അതിനെന്ത് ചെയ്യും? അതിനും ആ കണ്ടീഷന്റെ ഉപാധി കണ്ടീഷന്റെ ഇത് അതിൽ വരും, എഫക്റ്റ് വരും. സുമ്മ എർമി, പിന്നീട് അവൻ എർമി ബിഹി എന്ന് പറഞ്ഞാൽ അത് എറിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ ആരോപിച്ചു. ഇവിടെ എന്താണ് ആരോപിച്ചു എന്നാണ്. അതിനെ അവൻ എന്ത് ചെയ്തു? അതിന് ഇട്ടുകൊടുത്തു. ബരീഅൻ, മുക്തനായവനോട് അതിന്റെ മേൽ. എർമി ബിഹി ബരീഅൻ, ബരിഅ യബ്റഉ, മുക്തമായി. കേട്ടോ? അപ്പൊ എന്തിൽ നിന്ന് മുക്തമായി? ഇവിടെ തെറ്റിൽ നിന്ന് മുക്തനായവൻ. നിരപരാധി എന്ന് പറഞ്ഞു. നിരപരാധി. അപ്പൊ ആ അർത്ഥത്തിലാണ് നിരപരാധി വന്നത്. കേട്ടോ? ബരീന് തെറ്റിൽ നിന്ന് മുക്തനായവൻ എന്ന അർത്ഥത്തിലാണ് നിരപരാധി എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നത്. അവൻ അപരാധത്തിൽ നിന്നും മുക്തമായി. സുമ്മ യർമി ബിഹി, പിന്നീട് അത് ഇട്ടുകൊടുത്തു അല്ലെങ്കിൽ ആരോപിച്ചു. ബരീഅൻ, നിരപരാധിയുടെ മേൽ. ഫഖദ് ഇഹ്തമല ബുഹ്താനം വഇസ്മൻ മുബീന. ഇപ്പൊ എന്ത് ചെയ്തു? കണ്ടീഷന്റെ ജവാബില് ചേർന്ന് വന്നു. ഖദ് ഇഹ്തമല, അവൻ എന്ത് ചെയ്തു? ഇഹ്തമല, വഹിച്ചു, ഭാരം പേറി എന്ന അർത്ഥത്തിലാണ്. ബുഹ്താനൻ, ബുഹ്താൻ കെട്ടുകഥ, കടുത്ത കള്ളാരോപണം ആണ് ബുഹ്താൻ. വഇസ്മൻ മുബീന, ഇഹ്തമല ബുഹ്താനം വഇസ്മൻ മുബീന. അവൻ കള്ളവും പാപവും എന്ത് ചെയ്തിരിക്കുന്നു? ഏറ്റിരിക്കുന്നു. പാപത്തിന്റെയും കള്ളത്തിന്റെയും ഭാരം അവൻ ഏറ്റിരിക്കുന്നു. മുബീന, വ്യക്തമായ. വലൗലാ ഫദ്ലുല്ലാഹി അലൈഹി. അപ്പൊ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ ആ ആരോപണത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അവൻ ഇത് ഇസ്ലാമിന്റെ നിസ്തുലമായ ഒരു മാതൃക കൂടിയാണ്. കേട്ടോ? അവൻ വിശ്വാസിയാണ്, എന്റെ മതക്കാരനാണ്, ഈ മതം വിശ്വസിക്കുന്നവനാണ്, ഈ പ്രവാചകൻ വിശ്വസിക്കുന്നതാണ്, അനുയായിയാണ്. അവന്റെ ആൾക്കാരെല്ലാം അവന് സപ്പോർട്ടാണ്. ആരും കണ്ടില്ല ഇയാൾ മോഷ്ടിച്ചതാരും കണ്ടില്ല, മറ്റേ ആൾ മോഷ്ടിച്ചത് അല്ല എന്നും ആർക്കും തെളിവില്ല. ഇത് ജൂതന്റെ കയ്യിൽ കൊടുത്തു, അയാൾ മാത്രമേ, ഇവർ രണ്ടുപേരും മാത്രമേ അറിയുന്നുള്ളൂ. ഇയാൾ മറ്റേ ആളുടെ കൊടുത്തതാണെന്നുള്ളത് അവർ മാത്രമേ അറിയുന്നുള്ളെങ്കിൽ പോലും എന്ത് ചെയ്തു? ഒരു ജൂതൻ, ഇസ്ലാമിനോട് കടുത്ത വിദ്വേഷമുള്ള ഒരു ജൂതൻ ഈ പ്രവാചകന് എങ്ങനെയെങ്കിലും കൊല്ലാൻ വേണ്ടി ആറ്റുനോറ്റ് കാത്തിരുന്നവൻ, പ്രവാചകന്റെ ആഹാരത്തിൽ വിഷം ചേർത്തവൻ, പ്രവാചകനെ വിളിച്ചു വരുത്തിയിട്ട് മതിലിന്റെ മുകളിൽ നിന്നും കല്ലിട്ട് കൊല്ലാൻ വിചാരിച്ചവൻ, അവനെതിരെ ഒരു ആരോപണം വന്നപ്പോഴെന്തായി? അവന് ആകാശത്തുനിന്ന് നിയമം ഇറക്കി കൊടുക്കുകയാണ്. ആകാശത്തുനിന്ന് നിയമം ഇറക്കി കൊടുത്തിട്ട് അയാളെ രക്ഷപ്പെടുത്തുക. വേറെ ആരുമില്ല. അതാണ് ഇസ്ലാമിന്റെ ന്യായം എന്ന് പറയുന്നത്. ന്യായത്തിന്റെ ഭാഗത്തായിരിക്കും ഇസ്ലാം എപ്പോഴും നിലകൊള്ളുക. ഖവ്വാമീന ലിൽ ഖിസ്ത്, നിങ്ങൾ ഖായിം എന്നല്ല പറഞ്ഞത്, ഖവ്വാമീൻ എന്നാ പറഞ്ഞത്. അതിനുവേണ്ടി നന്നായി നിലകൊള്ളുന്നവനാകണം. അല്ലേ? ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നീതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ കടുത്ത ശത്രുവാണെങ്കിൽ പോലും സൂറത്തുൽ മാഇദ അടുത്ത അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നുള്ളത്, കടുത്ത ശത്രുവാണെങ്കിൽ പോലും അവന് നീതി നിഷേധിക്കാൻ പാടില്ല. അതാണ് വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മതുഹു, താങ്കൾക്ക് അള്ളാഹിന്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ, ലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മതുഹു, അവന്റെ കാരുണ്യവും താങ്കളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, ലഹമ്മത് ത്വാഇഫത്തുൻ മിൻഹും, ഹമ്മത്ത് ത്വാഇഫത്തുൻ. അപ്പൊ ഹമ്മത്ത് എങ്ങനെ പറയാൻ കാര്യം? ഹമ്മത്ത് ത്വാഇഫത്തിനാണ് അതിന്റെ കർത്താവ്. കേട്ടോ?
ഹമ്മ ഉദ്ദേശിച്ചു. ഹമ്മ. അപ്പൊ ഹമ്മയുടെ ടേബിൾ എന്ന് പറഞ്ഞു നോക്കിയേ. ഹമ്മ ഹമ്മു ഹമ്മത്ത ഹമ്മത്തും ഹമ്മത്താന്ന ഞാൻ പറഞ്ഞു. ഫതഹത്ത എന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാഇന് സുക്കൂൻ വരണം. അപ്പൊ തിരിച്ചാറ് ഹമംത ഹമംതും ഹമംത ഹമംതും ഹമംതു ഹമംന. മതി 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 മതി. അവിടെ ശ്രദ്ധ അടിക്കണമെന്ന് മനസ്സിലാക്കിയിരുന്നാ മതി. മതി. ആ ഹമ്മത്ത് ത്വാഇഫത്തു മിൻഹും, അവരിൽ നിന്നുള്ള ഒരു വിഭാഗം വിചാരിക്കുമായിരുന്നു അല്ലെങ്കിൽ മുതിരുമായിരുന്നു. ത്വാഇഫത്തു മിൻഹും അൻ യുദില്ലൂക, താങ്കളെ വഴിതെറ്റിക്കുവാനും എന്ന് പറഞ്ഞാൽ താങ്കൾ വിധിക്കുന്ന വിധി തെറ്റിച്ചു വിടുവാൻ അവർ ഉദ്ദേശിക്കുമായിരുന്നു. ഈ ആൾക്കാരെല്ലാം വന്നില്ല, അയാളുടെ കുടുംബക്കാരെല്ലാം വന്നു അയാൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി. അമായുദില്ലൂന ഇല്ലാ അൻഫുസഹും, അവർ അവരെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വഴിതെറ്റി. വഴിതെറ്റി. അയാൾ എന്ത് ചെയ്ത്? അയാൾ തെറ്റിപ്പോയി, അയാൾ ഹൃദയത്തിൽ തന്നെ പോയി. അമായദുറൂനക മിൻ ശൈ, മായദുറൂന മായദുറൂനക, താങ്കളെ അവർ ഒരു വിധത്തിലുള്ള ഉപദ്രവിക്കുകയില്ല. മിൻ ശൈ, ഒന്നുമില്ല, ഒരു ചെക്ക് ചെയ്യാൻ പറ്റും. മായദുറൂനക മിൻ ശൈ വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, താങ്കൾക്ക് അല്ലാഹ് കിതാബ് ഇറക്കി തന്നു, ഹിക്മത്ത് ഇറക്കി തന്നു. വിജ്ഞാനം. കിതാബിന് അപ്പുറമുള്ള വിജ്ഞാനമല്ല ഹിക്മത്ത്, തത്വജ്ഞാനം, ഫിലോസഫി. ഹിക്മത്ത് തത്വജ്ഞാനം. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറൻ, ആ ഹിക്മത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ധാരാളം നന്മകൾ കിട്ടിയിട്ടുണ്ടെന്നാണ്. അള്ളാഹു നുബുവത്ത് കൊടുക്കും പ്രവാചകന്മാർക്ക്, നുബുവത്തിനു പുറമെ കിതാബ് കൊടുക്കും, കിതാബിനും പുറമെ കൊടുക്കുന്ന സംഭവമാണ് ഹിക്മത്ത്. ഉൾക്കാഴ്ച, അവബോധം, ഫിലോസഫി, തത്വജ്ഞാനം എന്നൊക്കെ പറയാം. ഒരു വിഷയത്തിന്റെ നാനാ കോണുകളിലൂടെയുള്ള വീക്ഷണങ്ങൾ നടത്തണം. അതിന്റെ ആഴത്തിൽ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കുതന്ത്രങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ആയത്ത് അവതരിക്കപ്പെട്ടപ്പോഴത്തേക്ക് അള്ളാഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായല്ലോ, ഇതല്ല, ഇത് ഈ വിഷയത്തിൽ വന്ന നിയമമാണ്. യഥാർത്ഥത്തിൽ കുറ്റവാളി ഇയാളല്ല, ജൂതനല്ല കുറ്റവാളി, എന്റെ അനുയായി എന്ന് പറയുന്ന ഈ മനുഷ്യനാണ്. അതാണ് ഹിക്മത്ത്. ഹിക്മത്ത വഅല്ലമക മാ ലം തകുൻ തഅലം, വഅല്ലമക താങ്കൾക്ക് പഠിപ്പിക്കുന്നു, മാ ലം തകുൻ തഅലം താങ്കൾക്കില്ല അറിവില്ലാത്തത്, മാ ലം തകുൻ തഅലം താങ്കൾക്ക് അറിവില്ലായിരുന്നത് പഠിപ്പിച്ചെന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ, അള്ളാഹുവിന്റെ ഔദാര്യം താങ്കളുടെ മേൽ, അള്ളാഹുവിന്റെ ഔദാര്യം ആയതാണ്. ഇതാണ് രണ്ട്. അതെ, മഹത്തായ, അളീം മഹത്തായ. ഓക്കെ, 2 പേജ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ഞാനൊരു പേജ് കണ്ടപ്പോ ഉസ്താദെ കയറിയത്. ഒരു പേജ് കഴിഞ്ഞപ്പോഴാണ് കയറിയത്. അപ്പൊ ഫൈൻ അടയ്ക്കണം. വെറുതെ ഒന്നുണ്ട്. എനിക്കൊരു നിക്കാഹിന് മകൾക്കാൻ കഴിയും, എനിക്ക് അനിവാര്യമായ നിക്കാഹിന് കഴിഞ്ഞാൽ പോയി. അങ്ങനെ ഓരോ പല സംഗതികളും നമുക്ക് ഇത് മുടക്കിയിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ലീവ് പഠിക്കും. ഏതോ ഒരു മീറ്റിംഗ് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ നിർബന്ധമായി മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അവധി 2 ക്ലാസ്സിന് അവതരിക്കുന്നു. തലേ ദിവസം രാത്രി അവധികളും പിറ്റേ ദിവസം രാവിലെ അവധി. അങ്ങനെയൊക്കെ അവധി കൊണ്ടൊരു കളിയായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ 2 പേജ് കംപ്ലീറ്റ് ആയില്ല. അപ്പൊ 95-96 പേജ് കംപ്ലീറ്റ് അത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഭാഷാപരമായ ഡോട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളിലുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ടാവും. ഏത് ഗോത്രക്കാരനാണെന്നും അയാളുടെ പേരും എന്താണ് മറ്റു കാര്യങ്ങളും ഞാൻ അതിലല്ല ഫോക്കസ് ചെയ്യും. ഞാൻ ഫോക്കസ് ചെയ്ത് നമ്മൾ ഭാഷാപരമായ സംഗതികൾ മനസ്സിലായിരിക്കണം. നമ്മൾക്ക് അറിയുന്ന വാക്കുകൾ തന്നെയാണ്, പക്ഷേ അതെങ്ങനെ വന്നു, തിരിഞ്ഞു മറിഞ്ഞൊക്കെ വന്നു, മാളി വന്നു, മുളാരി വന്നു, അമ്പ്ര വന്നു, വന്നു, ഇതൊക്കെ മനസ്സിലാകണ്ടേ? ഇതൊക്കെ മനസ്സിലായ പിന്നെ എല്ലാം. ഇപ്പൊ തന്നെ നമ്മള് ഇസ്തഖ്ഫ വന്നപ്പോഴത്തേക്ക് അത്
ഇസ്തഗ്ഫറ ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അതേപോലെ ഹമ്മ വന്നപ്പോ അതിന്റെ ടേബിൾ നമ്മൾ പറഞ്ഞു നോക്കി. അതേപോലെ വേറെ എന്തായിരുന്നു വന്നത്? ഷദ്ദുള്ള ഇത്തുമ അന്ന വന്നപ്പോ ഇത്തുമ ഇനൻതും എന്ന് വന്നു. അപ്പൊ നമ്മൾ ഇത്തുമ അന്ന നഫ്സുൽ മുത്തുമ ഇന്ന എന്ന് പഠിച്ചു. മുത്തുമ ഇന്ന പഠിച്ചപ്പോൾ നമ്മൾ ഇത്തുമ അന്ന പഠിച്ചു. പക്ഷേ ഇത്തുമ ഇനൻതും വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ടത് ഇത്തുമ അന്ന എന്നാണ്. പിന്നെ എന്തുകൊണ്ട് ന്യായ കെട്ടഴിച്ചു എന്നൊക്കെ അറിയാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള ക്രിയകൾ അല്ലെങ്കിൽ പദങ്ങൾ വേറെ എവിടെ വന്നാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പിന്നെ ആ വാക്കിന്റെ അർത്ഥം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിക്ഷണറിയുടെ സഹായത്താൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ പറയണ്ടേ ഉസ്താദ്? പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അയാളുടെ അവസ്ഥ വെച്ചുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അയാള് വ്യാകരണപരമായി ഭാഷാപരമായി പഠിക്കാൻ താല്പര്യമല്ലെങ്കിൽ അയാളുടെ ആശയമാണ് പറഞ്ഞത്. അല്ല, ഭാഷാപരമായി അറിയണം താല്പര്യമുണ്ടെങ്കിൽ ഭാഷാപരമായി പറഞ്ഞു. ഇപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും ഇത്രയും ആൾക്കാർ നന്നായി പഠിക്കുന്നുണ്ട്. അതാണ് എന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നത്, ഇത്രയും മെനക്കെടുന്നത്. പഠിക്കാൻ ആഗ്രഹമുള്ള ഇത്രയും പേരാണെങ്കിൽ അത്രയും പേർക്ക് പഠിക്കുന്നുണ്ട്. അത്രയും പേര് കാര്യം മനസ്സിലാക്കും. എന്തായാലും അടുത്ത പ്രാവശ്യം ഇതേപോലെ ഇടും. ഇട്ടില്ലെങ്കിൽ രാവിലെ തന്നെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക. 2 പേര് ഇട്ടിട്ട് അതിലെന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കോൺഗ്രസ് സെറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പഠിക്കണം. ചോദ്യത്തിലൂടെ മാത്രമേ പഠിക്കാൻ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അടുത്ത തലമുറയ്ക്ക് അതിനെ പകർന്നു കൊടുക്കാൻ ഖുർആനോടുള്ള അഭിനിവേശവും അറബി ഭാഷയിലുള്ള അഭിനിവേശവും ഒക്കെ നിലനിർത്താനും പകർന്നു കൊടുക്കാനും തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമും മുസ്ലിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും നീക്കി തരട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. والسلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി